പ്രമുഖ മാധ്യമപ്രവർത്തകൻ രാജൻ ചെറുക്കാട് എഴുതിയ മധ്യമാർഗം ശ്രീബുദ്ധന്റെ ജീവിതവും ദർശനവും എന്ന പുസ്തകമാണ് കണ്ണൂർ IMA ഹാളിൽ പ്രൊഫസർ MN കാരശ്ശേരി പ്രകാശനം ചെയ്തത്. മാതൃഭൂമി മുൻ സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ വി രവീന്ദ്രനാഥ് ആദ്യ പ്രതി ഏറ്റുവാങ്ങി. 2500 വർഷം മുമ്പ് ജീവിച്ച ശ്രീബുദ്ധനും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾക്കും ഇക്കാലത്തും ഏറെ പ്രസക്തിയുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രൊഫസർ MN കാരശ്ശേരി പറഞ്ഞു. ഈ പരിപാടിക്ക് ഒരു മാതൃഭൂമിയുടെ മണം ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് മാതൃഭൂമിയിൽ ചേർന്നിട്ട് ന്യൂസ് എഡിറ്റർ വിംസി എന്നെ കൊണ്ട് ഇരുത്തിയത് രവിയുടെ തൊട്ടടുത്ത. അങ്ങനെ രവിയുടെ ഒരു ശിഷ്യനായിട്ടാണ് ഞാൻ ഈ പത്രപ്രവർത്തനം ആരംഭിച്ചത്. പിന്നെ ഞാൻ MA പഠിപ്പിച്ച രാജൻ അവിടെ ചെന്ന് ഒരു പത്രപ്രവർത്തകനായി കുറെ കാലം ജോലി ചെയ്തു. പിന്നെ ഇപ്പോൾ ഇവിടെയുള്ള സൂര്യദാസ്, ജോണി ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. പിന്നെ ഇവിടെ ഇപ്പം വന്നപ്പോൾ പഴയ ചില ശിഷ്യന്മാർ ദീർഘദയാലിനെ പോലെ ആളെ കണ്ടു. പിന്നെ എനിക്ക് വലിയ കൗതുകം തോന്നുന്നൊരു കാര്യം, രാജന്റെ ശിഷ്യന്മാരാണ് എന്നും പറഞ്ഞ് ചില ആളുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ടപ്പോൾ ദൈവമേ എനിക്ക് എത്ര വയസ്സായി പോയി എന്ന് ഞാൻ ശരിക്കും പരിഭ്രമിച്ചു. സംസ്കൃതത്തിൽ അങ്ങനെ ഒരു വാക്കുണ്ട്, പ്രശിഷ്യൻ എന്ന് പറയും. ശിഷ്യന്റെ ശിഷ്യനെ പറയുന്ന വാക്കാത് പ്രശിഷ്യൻ. അങ്ങനെ വളരെ വൈകാരികമായി ബന്ധമുള്ള ഒരു ചടങ്ങായിട്ട് ഇത് മാറി. പിന്നെ ഇന്നാണെങ്കിൽ എനിക്ക് ഇവിടെ രാവിലെ എൻ്റെ ഗുരുനാഥൻ അഴീക്കോട് മാഷിന്റെ ജന്മശതാബ്ദി ഒരു പരിപാടിക്ക് വരാനുണ്ടായി. അങ്ങനെ കണ്ണൂർ എനിക്ക് പല നിലയ്ക്ക് വളരെ വേണ്ടപ്പെട്ടൊരു പ്രദേശമാണ്. ഞാൻ അതിൻ്റെയൊക്കെ സന്തോഷത്തോടും വികാരഭാരത്തോടും കൂടിയാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുന്നത്. രാജന്റെ പുസ്തകം ഞാൻ ആലോചിച്ചത്, എന്താണ് ബുദ്ധന് ഈ 2500 കൊല്ലം കഴിഞ്ഞ് മലയാളത്തിൽ ചെയ്യാനുള്ളത്? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. കാരണം ഇപ്പോ മലയാളി അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളൊരു ചോദ്യമാണ്. അതിവിടെ വളരെ ഗംഭീരമായി വിജയിച്ചു കഴിഞ്ഞിട്ടും വിജയിച്ച പാർട്ടികൾക്ക് അവരുടെ ഇടയ്ക്കുള്ള അധികാര തർക്കത്തിന്റെ നാണക്കേട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരോ UDF മാത്രമല്ല, ഓരോ മലയാളി. അവർ ചോദ്യമുണ്ട്, എന്താണ് രാഷ്ട്രീയം? ഇതിന് വളരെ 2500 കൊല്ലം മുമ്പ് മറുപടി പറഞ്ഞ ഒരുത്തന്റെ പേരാ ശ്രീബുദ്ധൻ. കാരണം കപിലവസ്തുവിലെ ശുദ്ധോദന മഹാരാജാവിന്റെ പുത്രനാണ്. അപ്പൊ കുട്ടിക്കാലത്ത് ഏതോ ഒരു യോഗി അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യൻ അങ്ങനെ ഗണിച്ചു എന്നൊരു കഥയുണ്ട്. ഇയാൾക്ക് സന്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ മഹാരാജാവ് പുത്രനെ ലൗകികമായ കാര്യങ്ങളിലൊക്കെ, ഭക്ഷണം, നൃത്തം, മറ്റ് നായാട്ട് തുടങ്ങിയുള്ള കാര്യങ്ങളിലൊക്കെ കമ്പം പിടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ കൊണ്ടാവുന്നതൊക്കെ ചെയ്തു. 29ാമത്തെ വയസ്സിൽ അധികാരം ഉപേക്ഷിച്ച് ബുദ്ധൻ പോയി, ഭിക്ഷുവായിട്ട് പോയി. വളരെ സുന്ദരിയും ചെറുപ്പക്കാരിയുമായ യശോധര ഉണ്ടായിരുന്നു ഭാര്യയായിട്ട്. മകൻ രാഹുലൻ. ആ പേരൊക്കെ ഇപ്പോ മലയാളത്തിൽ വളരെ പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പേരുകളതൊക്കെ. രാഹുലൻ. ഈ 2500 കൊല്ലത്തിനിടയ്ക്ക് അനേകം രാജാക്കന്മാര്, ചക്രവർത്തിമാര് ഈ നാട് ഭരിച്ചു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ഇവിടെ 190 കൊല്ലം അധികാരം നടത്തി. എല്ലാ സൂര്യനും ഒരിക്കൽ അസ്തമിക്കും. അങ്ങനെ അസ്തമിച്ചു. ഈ ബുദ്ധന്റെ സൂര്യൻ മാത്രം അസ്തമിച്ചില്ല. അവിടെ ഈ ചക്രവർത്തിമാരുടെ പേരൊന്നും നിങ്ങൾക്ക് എനിക്ക് അറിഞ്ഞൂടാ. എന്തിനാണ് 2500 കൊല്ലം കഴിഞ്ഞിട്ട് ഈ കണ്ണൂരിൽ ഒരു ചെറിയ സദസ്സുകൊണ്ട് സംസാരിക്കുന്ന ഒരാള് ബുദ്ധനെ പറ്റി സംസാരിക്കുന്നത്? ഇനിയും ഒരു 2500 കൊല്ലം കഴിഞ്ഞ് ഇവിടെ ഒരു ചടങ്ങ് നടക്കാനുണ്ടെങ്കിൽ അയാൾക്ക് സംസാരിക്കേണ്ടി വരും. ചെറിയ പ്രശ്നമല്ല. എന്താണ് അധികാരം? എന്തിനാണ് അധികാരം?
നിങ്ങൾ ആരെയാ ഭരിക്കുന്നത്? ഹിറ്റ്ലറോട് ഒരു പെൺകുട്ടി പറഞ്ഞിരുന്നു, ഫ്യൂറർ, നിങ്ങൾക്ക് യുദ്ധം ചെയ്ത് ലോകം മുഴുവൻ കീഴടക്കാം, പക്ഷെ ഒരു പെണ്ണിന്റെ മനസ്സ് അവള് തന്നാ തന്നെ കിട്ടുള്ളൂ. ഹിറ്റ്ലർ നിശബ്ദനായി നിശേഷനായി ഇരുന്നു പോയി എന്ന് അദ്ദേഹത്തിന് ഒരു ചരിത്ര പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് 500 കൊല്ലം കഴിഞ്ഞ് വേറെ നസറത്തിൽ വേറെ ഒരു കഥ വരികയാണ്. ആ ചെറുപ്പക്കാരൻ ഒരു ആശാരിച്ചെടുക്കണ, അവന് കാര്യമായി വിദ്യാഭ്യാസമില്ല, പണമില്ല. അവൻ അവിടുത്തെ നടപ്പുകളെ ചോദ്യം ചെയ്തു. അവനോട് അവർ ഒരു ഘട്ടത്തിൽ പറഞ്ഞു, ഞങ്ങൾ നിന്നെ രാജാവാക്കാം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ രാജാവാകണ്ട. കുറച്ച് കഴിഞ്ഞപ്പോ അവനെ കുരിശിത്തറച്ചു കൊന്നു. 33-ാമത്തെ വയസ്സ് പൂർത്തിയായതിനു മുമ്പേ അവനെ കുരിശിത്തറച്ചു കൊന്നു. പക്ഷെ ഇന്ന് ചരിത്രം ഭരിക്കുന്നത് ഈ ക്രിസ്തുവാണ്. 2000 കൊല്ലമായി ഇന്ന് ലോകത്തെ ഏറ്റവും അധികം ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ ആരാധിക്കുന്നത് ഈ അന്നത്തെ ഏറ്റവും നിന്ദ്യമായ മരണം, കുരിശുമരണം എന്ന് പറഞ്ഞതാ ഏറ്റവും നിന്ദ്യമായ മരണം. കുരിശെന്നൊരു പൂജാവിഗ്രഹമായി, അത് ത്യാഗത്തിന്റെ പ്രതിരൂപമായി. ഞാൻ ദൈവരാജ്യത്തിലെ രാജാവാണ്, എനിക്ക് അവിടുത്തെ രാജാവാകണ്ട എന്ന് വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ 20-ാം നൂറ്റാണ്ടിൽ നമ്മുടെ നാട്ടിൽ വേറെ ഒരു ചങ്ങാതി വരികയാണ്, ഗാന്ധി. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിരുന്നില്ല. ജനിച്ചതൊരു പ്രഭു കുടുംബത്തിലാണ്. അവിടെ പോർബന്തറിലെ മഹാരാജാവിന്റെ ദിവാൻ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ മകനാ, കാബാ ഗാന്ധിയുടെ മകനാണ് മോഹൻദാസ്. ആ കുടുംബം അവനെ ഇംഗ്ലീഷ് നിയമം പഠിക്കാൻ അയച്ചത് പിന്നെ ദിവാനാൻ വേണ്ടിയാ. പക്ഷെ ഈ ചങ്ങാതി മുതിർന്നു വന്ന എങ്ങനെയാണ്? എല്ലാ രാജാധിപത്യങ്ങളെയും എല്ലാ അധികാര സ്ഥാനങ്ങളെയും വെല്ലുവിളിക്കുന്ന ഒരാളായിട്ടാണ്. എനിക്കത് വേണ്ടെന്ന് വെച്ചു. നേരത്തെ നമ്മൾ ചരിത്രത്തിൽ ക്രിസ്തുവിന് മുമ്പ് ഒരാൾ വരുന്നുണ്ട് അവിടുന്ന്, അയാളുടെ പേര് അലക്സാണ്ടർ എന്ന്. അലക്സാണ്ടർ എന്നല്ല ചരിത്രം പറയാം, അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയും. എന്താ കാരണം? ഒരു യുദ്ധവും തോറ്റില്ല എന്നാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഗ്രേറ്റ്, മഹാൻ എന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ അമ്മ കുട്ടിക്കാലത്ത് ആ മകനെ പറഞ്ഞ് പറ്റിച്ചു, നീ സിയൂസ് ദേവന്റെ മകനാണ്, ലോകം കീഴടക്കാൻ വേണ്ടി ജനിച്ചവനാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഈ കുട്ടി വളർന്നത്. ഫിലിപ്പിന്റെ മകനാണ്. 20-ാമത്തെ വയസ്സിൽ അവൻ അവിടെ രാജാവായിട്ട് പിന്നെ ലോകം മുഴുവൻ കീഴടക്കാൻ പോവാണ്. അങ്ങനെ പല കഥയുണ്ട്. ഒരു കഥയെ പറഞ്ഞു, ഇനി കീഴടക്കാൻ രാജ്യങ്ങളില്ലല്ലോ എന്നോർത്ത അലക്സാണ്ടർ കരഞ്ഞു എന്നൊരു കഥ. നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന വഴിക്ക് ഒരു ചെറിയ പനി പിടിച്ച് മരിച്ചു പോവാണ് അലക്സാണ്ടർ. അപ്പൊ മരണശയ്യയിൽ അദ്ദേഹം ഏൽപ്പിച്ച ഒരു കാര്യം, നമ്മുടെ അധ്യക്ഷൻ എന്നോട് ക്ഷമിക്കട്ടെ, എന്റെ ശവമഞ്ചം ചുമക്കേണ്ടത് എന്നെ ചികിത്സിച്ച വൈദ്യന്മാരാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താ കാര്യം? ഒന്നുമില്ല. അലക്സാണ്ടർ പറഞ്ഞു, അലക്സാണ്ടർ 33 പൂർത്തിയായിട്ടില്ല, ക്രിസ്തുവിന്റെ അതേ പ്രായത്തിൽ അലക്സാണ്ടർ മരിക്കുന്നത്. അലക്സാണ്ടർ പറഞ്ഞു, ഇവർ ചികിത്സിച്ചാലൊന്നും മരണം ഇല്ലാതെ ആവില്ല എന്ന് നാട്ടുകാർ മനസ്സിലാക്കട്ടെ, അവരാണ് ശവമഞ്ചം ചുമന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, എന്റെ 2 കൈകളും ശവമഞ്ചത്ത് പുറത്തേക്ക് ഇട്ടേക്കണം. അതെന്തിനാണ്? അലക്സാണ്ടർ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോയിട്ടില്ല എന്ന് ലോകം മനസ്സിലാക്കട്ടെ, അത്രയേ ഉള്ളൂ. അലക്സാണ്ടറുടെ ഗുരുവിന്റെ പേര് അരിസ്റ്റോട്ടിൽ എന്നാണ്. അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേര് പ്ലാറ്റോ എന്നാണ്. അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേര് സോക്രട്ടീസ് ആണ്. സോക്രട്ടീസ് ആണ് പാശ്ചാത്യ തത്വങ്ങളുടെ പിതാവ് എന്ന് ചരിത്രം പറയുന്നു. അവരെ ആരെയും ഗ്രേറ്റ് എന്ന് വിളിച്ചിട്ടില്ല. വിളിച്ചത് ഈ ചക്രവർത്തിയെ, യുദ്ധം ജയിച്ചവനെ. പ്ലേറ്റോ പറയുന്നുണ്ട്, സോക്രട്ടീസ് ഇസ് ഗ്രേറ്റ് ഫോർ ബീയിങ് സോക്രട്ടീസ്. ഒന്നും ചെയ്യണ്ട, ഒന്നും എഴുതിയിട്ടില്ല, അദ്ദേഹം സംസാരിച്ചിട്ടേ ഉള്ളൂ, വഴിയിൽ ഇങ്ങനെ സംസാരിക്കും. ഞാൻ ചോദിക്കുന്നത്, ആരാണ് മനുഷ്യ മനസ്സിൽ, മനുഷ്യന്റെ ചരിത്രത്തിൽ, അവന്റെ ഓർമ്മകളിൽ, അവന്റെ സംസ്കാരത്തിൽ ബാക്കിയാവുന്നത്? ഈ യുദ്ധം ജയിച്ച് അധികാരം നേടി മുഖ്യമന്ത്രിയായി പ്രധാനമന്ത്രിയായി എന്ത് കാര്യം? ഗാന്ധിക്ക് ഭാഗ്യവശാൽ
വളരെ ചെറുപ്പത്തിൽ ഇത് മനസ്സിലായത്. ഈ അധികാരം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ അധികാരമാണ്. വേറെ ഒരു അധികാരത്തിനും ആ പേര് പറയില്ല. ജിന്നയ്ക്ക് മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട് ജിന്ന എന്ത് പറഞ്ഞു? പൊളിറ്റിക്സ് മീൻസ് പവർ എന്ന് പറഞ്ഞു. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അധികാര സമ്പാദനമാണ്. അതാണിപ്പോ നമ്മൾ കാണുന്നത്. എവിടെ ചാപ്ലിൻ പറഞ്ഞു, നിങ്ങൾക്കൊരു സംഗതി നടത്താനാണെങ്കിൽ അതിന് അധികാരം വേണ്ട, സ്നേഹം മതി. ഇപ്പോ നമ്മൾ ഈ ചരിത്രം എന്ന് പറയുന്നത് മുഴുവൻ ഹിംസയുടെ ചരിത്രമാണ്. അതുകൊണ്ടാണ് ഗാന്ധി എനിക്കത് വേണ്ടെന്ന് പറയുന്നത്. അഹിംസയുടെ ചരിത്രം എന്നൊരു സംഗതി ആരംഭിക്കുന്നത് 2500 കൊല്ലം മുമ്പ് ബുദ്ധൻ. അദ്ദേഹത്തിന്റെ സമകാലികനുണ്ട് മഹാവീർ, അദ്ദേഹത്തെ ഭാഷയക്കാരൻ. രാജന്റെ പുസ്തകത്തിൽ പറയും. അപ്പോ ബുദ്ധന് വലിയ വന്ന പ്രയാസം എന്ത്, മകനെ ദുഃഖങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടും ഒക്കെ കാണാതെയാണ് അച്ഛൻ വളർത്തിയത്. പക്ഷെ യാദൃശ്യമായിട്ട് മകനൊക്കെ കണ്ടു. എന്താ കണ്ടത്? വാർദ്ധക്യമുണ്ട്, രോഗമുണ്ട്, മരണമുണ്ട്, പട്ടിണിയുണ്ട്, എല്ലാം കണ്ടു. മഹാഭാരതത്തിൽ ചോദിക്കുന്നു, മരണം, വാർദ്ധക്യം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻ ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്നിരിക്കെ നീ എന്തുകൊണ്ടാണ് സ്വസ്ഥനായിട്ടിരിക്കുന്നത്? മൃത്യുർജരാച വ്യാധിശ്ച ദുഃഖം ച അനേക കാരണം അസന്ത്യാജ്യം യഥാ മർത്തേഹി കിം സ്വസ്ഥ ഇവ തിഷ്ടസി. നീ എങ്ങനെ സ്വസ്ഥനായിട്ടിരിക്കുന്നു? ഒക്കെ അസന്ത്യാജ്യമാണ്, അനിവാര്യമാണ്, ഇനവിറ്റബിൾ ആണ്, ഒഴിവാക്കാൻ പറ്റില്ല. ബുദ്ധൻ പോയിട്ട് അദ്ദേഹത്തിന് മനസ്സിലായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദുഃഖമുണ്ട്. അങ്ങനെയാണ് ധർമ്മപദം തുടങ്ങുന്നത്. രഥത്തെ ചക്രം എന്ന പോലെ ജീവിതത്തെ ദുഃഖം പിന്തുടരുന്നു. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് കാരണം വേണ്ടത് ആണ്. ഈ ഇത്രയും നൂറ്റാണ്ട് മുമ്പ് കാര്യകാരണ ബന്ധത്തെപ്പറ്റി കാര്യമായി സംസാരിക്കുന്ന ആൾ ബുദ്ധനാണ്. കാര്യമുണ്ടെങ്കിൽ കാരണമുണ്ട്, കാരണമുണ്ടെങ്കിൽ കാര്യമുണ്ട്. കാരണം യുക്തി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട മനുഷ്യന്റെ ആയുധമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായി. എന്റെ കണക്കിന് ബുദ്ധൻ ഒരു അജ്ഞേയതാവാദിയാണ്. അദ്ദേഹം ദൈവമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ. വേറെ സംബന്ധിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങതിന് മറുപടി പറയാത്തത്, ദൈവമുണ്ടോ എന്നുള്ള ചോദ്യത്തിന്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറയുന്ന മാതിരി സർവജ്ഞനായിട്ട്, സർവവ്യാപിയായിട്ട്, സർവശക്തനായിട്ട് ഒരു ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്റെ ഈ ചെറിയ ബുദ്ധിയിൽ ഒതുങ്ങുന്നല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ വേറൊരു സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്റെ പ്രശ്നം ദൈവത്തിന്റെ നിഗൂഢതയല്ല, മനുഷ്യന്റെ ദുരിതങ്ങളാണ്. I am not worried about the misery of God. I am worried about the misery of man. ഭയങ്കര വാചകം. മനുഷ്യന്റെ ദുരിതം. അപ്പൊ ഈ ദുരിതം എങ്ങനെ ഇല്ലാതെയാക്കാം? അത് അന്വേഷിച്ച് അദ്ദേഹം പോകുന്നു. അല്ലാതെ ആരാധിച്ചാൽ, ദൈവത്തോട് പറഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാവും. ഇന്ത്യൻ പാരമ്പര്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ആത്മാവ്. ആത്മാവിൽ ബുദ്ധൻ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിച്ച് പറഞ്ഞത് അനാത്മവാദി. വലിയ പ്രശ്നമായിരുന്നു. കാരണം ആത്മാവില്ലെങ്കിൽ പുനർജനിക്കാൻ പറ്റില്ല. ആത്മാവാണല്ലോ പുനർജനിക്കുന്നത്. ഇന്ത്യയിൽ പണ്ട് കമ്മ്യൂണിസം വന്നപ്പോൾ തന്നെ വലിയ പ്രശ്നം. റഷ്യയെ പറ്റിയുള്ള പാട്ടിൽ പറഞ്ഞത് അടുത്ത ജന്മത്തെങ്കിലും റഷ്യയിൽ ജനിക്കണം എന്നാ. ഇത് നിരീശ്വരവാദിയായ കമ്മ്യൂണിസ്റ്റായി പറയുന്നു. നല്ല ശുഭപ്രതീക്ഷയല്ലേ, അടുത്ത ജന്മത്തിൽ റഷ്യയിൽ ജനിക്കുക. ഇപ്പോ നിങ്ങൾക്ക് ഈ ലോകം മാത്രമേ ഉള്ളൂ. രാജാവ് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങ് ആത്മാവിനെ നിഷേധിക്കുന്നത്? ബുദ്ധൻ ചോദിച്ചു, അങ്ങ് വന്നത് രഥത്തിലല്ലേ? അതെ. ഏതാ രഥം? ഈ കുതിരയാണോ? ഈ ഇരിക്കുന്ന പടിയാണോ? ഈ ചക്രമാണോ? അതിന്റെ ആരക്കാലാണോ? അതിന്റെ പുറത്തുള്ള കൊടിയാണോ?
അതെല്ലാം ചേർന്നതാണ് രഥം. വേറെ സമയത്ത് അദ്ദേഹം ഉദാഹരണം പറയും, വിളക്കണയുമ്പോൾ വെളിച്ചം എവിടെ പോകുന്നു? വലിയ ചോദ്യമാണ്. ഇത് പറഞ്ഞത് തിരിയും എണ്ണയും തീയും കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് നാളം എന്ന് പറയുന്നത്. കാറ്റ് വന്ന് കെട്ടുന്നത് പോയി. അതിലപ്പുറം തന്നെ ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല, അങ്ങനെ ഇല്ല. അങ്ങനെ മനസ്സിലാക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല എന്നാണ് ബുദ്ധൻ പറഞ്ഞത്. പിന്നെ എല്ലാവരും പ്രശ്നമുണ്ട്. ഇപ്പൊ നിർവ്വാണം, ഇതിലിപ്പോ ഒരു തലക്കെട്ട് തന്നെ മഹാനിർവ്വാണം എന്ന്. നിർവ്വാണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിംകൾക്കും ഒക്കെ അടുത്ത ജന്മമുണ്ട്. അത് ഇവിടെയല്ല. അതെവിടെയാണ്? പരലോകത്ത്. പരലോകത്തായിട്ട് നിങ്ങൾ എല്ലാം കഴിഞ്ഞ് ജനിക്കുന്നു. പിന്നെ അവിടെ ഇവരൊക്കെ പറയുന്നു, ഈ സെമിറ്റിക് മതങ്ങൾ, അബ്രാമിക് മതങ്ങൾ പറയുന്നു, അവിടെ ഒരു വലിയ വിചാരണയുണ്ട്. ആ വിചാരണ കഴിഞ്ഞിട്ട് നിങ്ങളെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകും. അത് ഈ അളവിൽ കൃത്യമായിട്ട് ക്രിസ്ത്യാനിക്കും മുസ്ലിങ്ങളുണ്ട്. യഹൂദൻ ഇങ്ങനെയെല്ലാം കുറച്ച് വ്യത്യാസമുണ്ട്. അവിടെ നിങ്ങൾ ശാശ്വതവാസികളാണെന്ന് ഖുർആനിൽ പറഞ്ഞ അങ്ങനെയാ, ഹും ഖാലിദീന ഫീഹ, അവരതിൽ ശാശ്വതവാസികളാണ്. പിന്നെ മരണമല്ല, മരണം കഴിഞ്ഞു ഇല്ല, ഒന്ന് നരകത്തിൽ ഇല്ല സ്വർഗത്തിൽ. ഹിന്ദുവിന്റെ സങ്കല്പം അങ്ങനെയല്ല, ഇന്ത്യൻ പാരമ്പര്യം അങ്ങനെയല്ല. നിങ്ങൾ 60 കൊല്ലം ജീവിച്ചു, 60 കൊല്ലം പുണ്യം ചെയ്തു, സ്വർഗത്തിൽ പോയി, ആ അളവിലുള്ള സുഖഭോഗങ്ങൾ കഴിഞ്ഞാൽ തിരിച്ചിവിടെ വരണം. അത് നിങ്ങൾ 60 കൊല്ലവും പാപം ചെയ്തു, നരകത്തിൽ പോയി, അതിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചിവിടെ വരാം. ആണ് മൂന്നാനം പറഞ്ഞവർ ഈച്ചയായും പൂച്ചയായും ഇങ്ങനെ വന്ന് ജനിച്ചിട്ട് നിങ്ങളിങ്ങനെ ഈ ജന്മചക്രങ്ങള്, ജന്മപരമ്പരകള്, പുനർജന്മങ്ങള്, അതിനുള്ള മോക്ഷം, അതിനെ മോക്ഷം എന്ന് പറയും. മോക്ഷവും സ്വർഗവും ഒന്നല്ല. പൊതുവെ ആൾക്കാരുടെ ഒരു ധാരണ അങ്ങനെയാണ്. എന്നിട്ട് ഈ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുക എന്നുള്ളൊരു സങ്കല്പമാണ് ഈ ഹിന്ദു പാരമ്പര്യത്തിലുള്ളത്. ബുദ്ധന്റെ മുഴുവൻ നിഷേധിക്കും, ഇങ്ങനെ സംഗതിയില്ല. ഇതല്ല കാര്യം. നിങ്ങൾക്ക് ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടാനുള്ള വഴി ഇതല്ല. അതെന്താണ്? ദുഃഖം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ ആലോചനതാണ്, ദുഃഖമുണ്ട്, അതിന് കാരണമുണ്ട്, അതിന് പരിഹാരമുണ്ട്. ഈ പരിഹാരത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. കാരണം ബുദ്ധന് ഒന്നുമില്ല, യാതൊന്നുമില്ല. സംസാരം വളരെ കുറവാണ്, തീരെ കുറവാണ്. ഇതില് എങ്ങനെയാണ് രാജൻ വിസ്തരിക്കുന്നുണ്ട്, മൗനം എങ്ങനെയാണ് സംവാദ മാധ്യമമാകുന്നത്. ഗുരുവിന്റെ മൗനം ശിഷ്യന്റെ സംശയങ്ങൾ തീർത്തും സംസ്കൃതത്തിൽ ഒരു പദ്യം പഠിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ബുദ്ധൻ ആളുകളെ പാഠം പഠിപ്പിക്കുന്നത്, ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്? ഞാനൊരു കഥ പറയാം. ഒരാൾ വന്നിട്ട് ഒരിക്കലും ബുദ്ധനെ ഭയങ്കരമായി ചീത്ത പറഞ്ഞ്, അപ്പൊ ശിഷ്യന്മാർക്കൊക്കെ വലിയ വിഷമായി. തിരിച്ച് ചീത്ത പറയണ്ട. അപ്പൊ നമ്മുടെ TV ചാനലിൽ നിങ്ങൾ എന്നും കാണുന്നതായിരിക്കും, ഒച്ചയിട്ടാൽ ചീത്ത പറഞ്ഞ ആള് ജയിച്ചു എന്നാ. ചീത്ത പറഞ്ഞവനാണ് അവമാനിക്കപ്പെടുന്നത്, അല്ലേ? ചീത്ത കേട്ടവനാണോ? ചീത്ത കേട്ടവനാണ് അവമാനിക്കപ്പെടുന്നത് നമ്മൾ പഠിച്ചു വെച്ചത്. എന്ത് പാടാണത്? ബുദ്ധൻ മിണ്ടിയില്ല. ഇയാള് പോയി കഴിഞ്ഞപ്പോ ശിഷ്യന്മാർ പോയി ചോദിച്ചു, എന്താണ് അങ്ങ് ഇങ്ങനെ പെരുമാറുന്നത്? എന്താ കാര്യം? അല്ല, അയാളോട് മിണ്ടായിരിക്കാൻ പറയാൻ പാടില്ലേ? തിരിച്ചൊന്നും പറയണ്ട. ബുദ്ധനൊന്ന് ചിരിച്ചു. ബുദ്ധന്റെ പ്രധാനപ്പെട്ട പണി എന്താണെന്നറിയാം? ചിരിക്കല. നിങ്ങൾ കാണുന്ന ഏത് ബുദ്ധപ്രതിമയിലും ഒരു ഇളം പുഞ്ചിരിയുണ്ട്. അതിനെയാണ് കവി ആർ രാമേന്ദ്രൻ തഥാഗത മന്ദസ്മിതം എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അജന്ത എന്നുള്ള കവിത അവസാനിക്കുന്ന ആ വാക്യത്തിലാണ് തഥാഗത മന്ദസ്മിതം. തായ്ലാൻഡിൽ പോയിരുന്നു ഞാൻ. അവിടെ ഞാൻ മനസ്സിലാക്കിയത് 25,000-ഓളം ബുദ്ധക്ഷേത്രങ്ങളുണ്ട്, വലുതും ചെറുതുമായിട്ട്. അവിടെയാണ് ആ ഗോൾഡൻ ബുദ്ധ എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട പ്രതിമ. പക്ഷേ ഒരു പുഞ്ചിരി ഇല്ലാത്ത ഒരു ബുദ്ധപ്രതിമയില്ല. അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചു, ഇതൊന്നും വേണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞ് വേറൊരാൾ വന്നു. അയാൾ വന്നിട്ട് ഒരു സ്വർണമാല ബുദ്ധന് കൊടുത്തു. എനിക്ക് സ്വീകരിക്കാൻ നിവൃത്തിയില്ല. എന്തുകൊണ്ടാണ് അങ്ങ് സ്വീകരിക്കാത്തത്? ബുദ്ധൻ പറഞ്ഞു, ഉപഹാരങ്ങൾ സ്വീകരിക്കുന്ന ആള് തിരിച്ചെന്തെങ്കിലും ഉപഹാരം സമ്മാനം കൊടുക്കണം. എനിക്കതിന് നിവൃത്തിയില്ല. ഞാനൊരു ഭിക്ഷുവാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല.
അതുകൊണ്ട് എനിക്ക് സ്വീകരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ബുദ്ധൻ ശിഷ്യന്മാരൊക്കെ ഒന്ന് ചിരിച്ചു. അപ്പോഴവർക്ക് കാര്യം മനസ്സിലായി. എന്താ, ആ ചീത്ത പറഞ്ഞവന്റെ ചീത്തൊന്നും ബുദ്ധൻ സ്വീകരിച്ചിട്ടില്ല, കഴിഞ്ഞല്ലോ. ഈ സ്വർണ്ണഹാരം കൊണ്ടുവന്നവന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇതുപോലെ ഈ ചീത്ത പറഞ്ഞവന്റെ കയ്യിൽ തന്നെ അവന്റെ തന്നെ ഇരിക്കുകയാണ്, ബുദ്ധൻ സ്വീകരിച്ചിട്ട്. ഈ തരത്തിലാണ് ബുദ്ധന്റെ പ്രതികരണ രീതി. ഇതിനെയാണ് അഹിംസ എന്ന് പറയാം. അപ്പോൾ ഉള്ള പ്രശ്നം വലിയ പ്രശ്നമാണ്. അതായത് ബുദ്ധൻ ഇങ്ങനെ എല്ലാവരും സന്യസിക്കണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ്? ഒരിക്കലും അല്ല, അങ്ങനെയല്ല. അദ്ദേഹം പറയും, കാരണം നിങ്ങളിങ്ങനെ ഇന്ദ്രിയാനുഭവങ്ങളിൽ മുങ്ങി ജീവിതം കാണാതെ ആയി പോകരുത്, ജീവിക്കാൻ വിട്ടുപോകരുത്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പീഡിപ്പിക്കുന്ന മട്ടിൽ കർശനമായ ചിട്ടകളിലേക്കും പോകരുത്. അതിനെയാണ് മധ്യമാർഗം എന്ന് പറയാം. നിങ്ങൾ ഭോഗങ്ങളിൽ ഉങ്ങരുത്, ത്യാഗങ്ങളിൽ കഷ്ടപ്പെടരുത്, അതിന്റെ ഇടയ്ക്ക് ഒരു സ്ഥലമുണ്ട് എന്നാണ് ബുദ്ധൻ പറയുന്നത്. ഇതാണ് ബുദ്ധന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം തന്നെ. അത് ഇപ്പൊ ഞാൻ അതിന് വേറെ ഒരു ഉദാഹരണം പറഞ്ഞാലേ, ബുദ്ധൻ മത്സ്യമാംസങ്ങൾ കഴിക്കുന്നതിനെതിരാണ് എന്ന് പൊതുവെ എല്ലാവർക്കും അറിയാം. പക്ഷെ ബുദ്ധൻ പറഞ്ഞിരുന്നു, ഒരു ചത്ത മൃഗത്തെ കിട്ടിയാൽ നിങ്ങൾക്ക് കഴിക്കണേ കഴിച്ചോ, നിങ്ങൾ ഒന്നല്ലല്ലോ. ഇതിപ്പോ ഗാന്ധി സമ്മതിക്കില്ല, മഹാവീരൻ സമ്മതിക്കില്ല. മഹാവീരൻ പറ്റില്ല, ഗാന്ധി അത് പറ്റില്ലാത്തോ. അപ്പോ നിങ്ങളൊരു പശു ചത്തു, നിങ്ങൾ കഴിക്കണം, കഴിച്ചു. ഇതിനെപ്പറ്റിയുള്ള ഒരു കഥ, അദ്ദേഹം അവസാന കാലത്ത് മരിച്ചത് ഇറച്ചി കഴിച്ചിട്ടാണെന്ന്. അതൊരു കഥയാണ്, അത് രാജ്യം ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ പണ്ടേ കേട്ടൊരു കഥയാണ്. ഒരു നായാടി ബുദ്ധനെ വന്ന് അദ്ദേഹത്തിന് ഭിക്ഷ കൊടുത്തു. അപ്പൊ ഭിക്ഷുവിന് ഭിക്ഷ സ്വീകരിക്കാൻ നിവൃത്തിയില്ല. അത് 3-4 ദിവസം പഴക്കമുള്ള ഇറച്ചിയായിരുന്നു. അത് കഴിച്ചു, വയറ്റുനോ കുടിച്ചു. ബുദ്ധൻ 80ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അതിനൊന്നുമില്ല. അപ്പോ ഈ കർക്കശ്യങ്ങളല്ല, ഈ മനസ്സിലാക്കലാണ് ബുദ്ധൻ എന്ന് പറയുന്നത്. ഞാൻ വായിച്ചതും എന്റെ ധാരണ അനുസരിച്ചും ഈ ബുദ്ധമതം എന്നൊരു സാധനം സ്ഥാപിച്ച ആളല്ല അദ്ദേഹം. ധർമ്മത്തിൽ പലയിടത്തും പറയുന്നുണ്ട്, ഇതൊക്കെ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കരുത്, നിങ്ങൾ ഇതിനെപ്പറ്റി ആലോചിക്കണം ഞാൻ പറയുന്നത്. വേറെ പല കഥകളിലുള്ള ഒരു വാക്യം അദ്ദേഹത്തിന്റെ വത്സല ശിഷ്യൻ ആനന്ദനോട് പറയുന്നുണ്ട്. ആനന്ദ, നീ നിന്റെ വിളക്കാവുക. ഞാൻ നിന്റെ വിളക്കാന്നല്ല, നീ നിന്റെ വിളക്കാവുക. അപ്പൊ അവനവന്റെ ഉള്ളിലേക്ക് നോക്കുക. ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. കാരണം ഇതിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്ന്, നിങ്ങൾക്ക് ആരെങ്കിലും ഭരിക്കണം എന്നുണ്ടെങ്കിൽ നടപ്പാകുന്ന കാര്യമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ഭരിക്കുക, വേറെ ഒരുത്തനെ ഭരിക്കാൻ പോകണം. കാരണം ആളുകളോട് നമുക്ക് വേണ്ടത്, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വാക്ക് ഉപയോഗിച്ച് പറഞ്ഞാൽ കരുണയാണ്. സിദ്ധാർത്ഥനെ പറ്റിയുള്ള ഏറ്റവും പഴയ ഒരു കഥ, കുട്ടിയാവുമ്പോൾ അദ്ദേഹത്തിന്റെ കസിൻ ഒരു പക്ഷിയെ അമ്പ് ചെയ്തു, അതിന് പരിക്ക് പറ്റി. സിദ്ധാർത്ഥൻ അതിനെ സംരക്ഷിച്ചു. അപ്പൊ മറ്റോ വന്ന് എന്റെ അവകാശവാദം ഉന്നയിച്ചപ്പോ ബുദ്ധന്റെ ചോദ്യം, ഒരു ആരുടേതാണ് പക്ഷി? അതിനെ അമ്പ് ചെയ്ത് കൊല്ലാൻ പോയവന്റെ ആണോ, അല്ലെങ്കിൽ അതിനെ മരുന്ന് വെച്ച് ഭക്ഷണം കൊടുത്ത് ചികിത്സിച്ചവന്റെ ആണോ? ആ പക്ഷിയെ ബുദ്ധൻ ആകാശത്തേക്ക് പറത്തി വിടും. അപ്പൊ നമ്മൾ സ്നേഹം കൊണ്ട്, ഇപ്പോ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ദേഷ്യം വരും, പക്ഷെ ദേഷ്യം വന്നോട്ടെ. ഇപ്പോ തൃശ്ശൂർ പൂരത്തിന് ആനകളെ എഴുന്നള്ളിക്കുന്നു, നിങ്ങൾക്ക് ആനയുള്ള സ്നേഹം കൊണ്ടാണ്. അവിടെ വെടിമരുന്നിന്റെ പ്രയോഗങ്ങൾ നടത്തുന്നു, നിങ്ങൾ ഭക്തി കൊണ്ട് ചെയ്യുന്നതാണ്. ഇത് ആ ആനയ്ക്കും ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. 1928 മരിച്ചുപോയ നാരായണഗുരു പണ്ടേ പറഞ്ഞൊരു കാര്യമാണ്, കരി വേണ്ട, കരിമരുന്നും വേണ്ട. തൃശ്ശൂർ പൂരത്തിന് ആനകളെ എഴുന്നള്ളിക്കുന്നത് കാരശ്ശേരി എതിര് പറഞ്ഞു. അടുത്ത ചോദ്യം എന്താ അറിയാം, അയാൾ ഏത് ജാതിക്കാരനാണ്, അയാളുടെ മതം എന്താണ്, അയാൾ ഏത് പാർട്ടിക്കാരനാണ്, അയാൾ ഏത് നാട്ടുകാരനാണ്, എന്താണ് അതിന്റെ കാര്യം? യുക്തിയില്ല. ബുദ്ധൻ ആദ്യം പറയുന്നത്, നിങ്ങളൊരു കാര്യം കേൾക്കുമ്പോൾ
അതിന്റെ കാര്യകാരണ ബന്ധത്തെ പറ്റി ആലോചിക്കും. അപ്പൊ ഈ കാര്യകാരണ ബന്ധത്തെ പറ്റി ആലോചിച്ചാൽ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ഒരു മതം കൊണ്ടു നടക്കാൻ സാധിക്കില്ല. അത് മുഴുവൻ ഒരാൾ പറയുന്നത് കേട്ട് ബുദ്ധന്റെ അർത്ഥമാർഗം എന്ന് പറയുന്നതൊന്നും ഈ തരത്തിലല്ല. ഇതൊക്കെ ദിവ്യമായ എന്തോ, ഇതൊക്കെ ദൈവം പറഞ്ഞതാണ്, അല്ലെ ദൈവത്തിന്റെ പ്രവാചകൻ പറഞ്ഞതാണ്, അല്ലെ ദൈവത്തിന്റെ പുത്രൻ പറഞ്ഞതാണ്, ഇങ്ങനെയൊന്നല്ല. ഈ ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തെ പറ്റി സംസാരിക്കാത്ത, അതിനെപ്പറ്റി അൺകൺസേൺഡ് ആയ, അതാണ് അതിനെപ്പറ്റി യാതൊരു ആധിയില്ലാത്ത ഒരാളാണ്. പക്ഷേ മറ്റത് നമുക്ക് എല്ലാം നമ്മുടെ ഉത്തരവാദിത്തത്തിൽ വരും. ഇപ്പൊ പരീക്ഷ പാസ്സാവണം എന്നുള്ള ആരുടെ ഉത്തരവാദിത്തമാണ്? പഠിക്കുക, പരീക്ഷ എന്റെ ഉത്തരവാദിത്തം. പ്രാർത്ഥിച്ചാൽ മതി, നേർച്ച നേർന്നാൽ മതി, വഴിപാട് നടത്തിയാൽ മതി എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തം ഏതുവരെയെന്ന് ദൈവത്തിന് കൊട്ടേഷൻ കൊടുക്കും. ശത്രുസംഹാര പൂജ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന് കൊട്ടേഷൻ കൊടുത്തിരിക്കുക. നമ്മള് ശത്രുവിനെ കൊല്ലാൻ വേണ്ടി ദൈവത്തെ ഏൽപ്പിച്ചിരിക്കുക. ഏത് ദൈവത്തെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. വേറെ ഒരാൾക്ക് ദ്രോഹം വരാൻ വേണ്ടി കേട്ടോ. കുട്ടിച്ചാത്തൻ സേവ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ലേ ചെറുപ്പക്കാർക്ക്? എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് നല്ലോണം അറിയാം കുട്ടിച്ചാത്തൻ സേവ. കുട്ടിച്ചാത്തനുള്ള വലിയ ഉദയം എന്ന് വെച്ചാൽ നമ്മൾ സേവിച്ച് അവനെ വരുക നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഉപദ്രവിക്കാൻ ആളെ കാണിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അവൻ നമ്മളെ ഉപദ്രവിക്കും തന്നെ. ഈ ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികളിലെ യൂത്ത് വിങ്, സ്റ്റുഡൻസ് വിങ് ഒക്കെ അല്ലേ, അത് കുട്ടിച്ചാത്തന്മാരാണ്. കാരണം അവർക്ക് എപ്പോഴും ആളെ ഉപദ്രവിക്കണം, തിരിച്ചിങ്ങോട്ട് ഉപദ്രവിക്കും. ഈ ഹിംസയാണ്, വാക്കിലും പ്രവൃത്തിയിലും ഉള്ള ഈ ഹിംസയാണ് സുഖം. ഇതിന്റെ ആനന്ദമാണ് നമ്മൾ അനുഭവിക്കുന്നത്. പ്രതികാരം എന്നുള്ളൊരു സംഗതി ബുദ്ധന് തിരിയാത്തൊരു സാധനം. അത് വേറൊരു സന്ദർഭത്തിൽ ബുദ്ധനെ ഒരാള് ചീത്ത പറഞ്ഞു, മറുപടി കിട്ടാൻ ഭയങ്കര ദേഷ്യം വന്നു. അല്ല ബുദ്ധനെ അടിച്ചു. ബുദ്ധൻ എന്നു പറയാം. വൈകുന്നേരം അയാൾ വന്നിട്ട് പറഞ്ഞു, അങ്ങനോട് ക്ഷമിക്കണം. ബുദ്ധൻ ചോദിച്ചു, എന്താ കാര്യം? ഞാൻ രാവിലെ ഇവിടെ വന്നിരുന്നു. എന്നിട്ട് ഞാൻ അങ്ങേ ചീത്ത പറഞ്ഞു. അങ്ങ് മറുപടി ഒന്നും പറഞ്ഞില്ല. ശരി. എന്നിട്ട് അങ്ങേ അടിച്ചു. എന്നിട്ടോ അങ്ങ് അതിനൊന്നും പ്രതിക്രിയൊന്നും ചെയ്തില്ല. എന്നിട്ട് ഇപ്പൊ എന്താ വേണ്ടത്? അങ്ങ് എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം. അപ്പൊ ബുദ്ധൻ ചോദിച്ചു, നിങ്ങൾ രാവിലെ വന്ന ആളല്ല ആണോ? രാവിലെ വന്ന ആളല്ല ഇപ്പോ. പിന്നെ രാവിലെ നിങ്ങൾ ചീത്ത പറയും അടിക്കുകയും ചെയ്ത ആളല്ല ഞാൻ. ആരോട് ക്ഷമിക്കാനാണ്? ഈ ഭൂതകാലത്തെ പറ്റി നിങ്ങളുടെ വല്ലാത്ത ആലോചന, അതിനെതിരായിട്ട് ബുദ്ധൻ എപ്പോഴും സംസാരിക്കും. ബുദ്ധൻ പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാക്കി നിർത്തണം. നല്ല ബുദ്ധിമുട്ടാണ് ഏകാഗ്രമായിട്ട് മനസ്സ് നിർത്താന്ന് പറയുന്നത്. നിങ്ങൾക്ക് ജാഗ്രത വേണം പറയും. നിങ്ങൾ വർത്തമാന കാലത്തിരിക്കണം. അപ്പോ നമ്മുടെ പുതിയ കാലത്ത് ബുദ്ധനെ പറ്റി കാര്യമായി ആലോചിച്ച രണ്ടാള്, ഒന്ന് ഗാന്ധിയും ഒന്ന് അംബേദ്കറും. അംബേദ്കർ ഹിന്ദു പാരമ്പര്യത്തിന്റെ എല്ലാ ദുരിതങ്ങളും അനുഭവിച്ച ഒരാളാണ്. അദ്ദേഹം മഹാജാതിക്കാരനാണ്. മഹാറുകൾക്ക് പകല് പുറത്തിറങ്ങാൻ പാടില്ല. അവരുടെ നിഴല് ഭൂമിയിൽ വീണാൽ അശുദ്ധമാവും. അവർക്ക് ഭൂമി തുപ്പാൻ പാടില്ല. കഴുത്തിൽ ചിരട്ട കെട്ടി നടക്കണം. അവർക്ക് വെള്ളം തൊടാൻ പാടില്ല, മറ്റു ആൾക്കാർ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഒരുപടി അവർ നടക്കുന്ന വഴി ഭൂമി അശുദ്ധമാവുന്നതിന് പറവിൽ ചൂല് കെട്ടി നടക്കണം. ആദ്യമായിട്ട് കാണുമ്പോൾ അംബേദ്കറോട് ഗാന്ധി പറയുന്നുണ്ട്, അംബേദ്കർ, ഞാൻ നിങ്ങളുടെ ലേഖനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് പലപ്പോഴും കോൺഗ്രസിനെ വിമർശിച്ചിട്ടാണ്. ഗാന്ധി പറയാണ്, നിങ്ങളുടെ നിലപാടുകൾ നമ്മുടെ മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യം വൈകിക്കും. അംബേദ്കർ പറഞ്ഞു, ഗാന്ധിജി, ഐ ഹാവ് നോ ഹോംലാൻഡ്, എനിക്ക് മാതൃഭൂമിയില്ല. 1930 ദണ്ഡി കടപ്പുറത്തുനിന്ന് ഗാന്ധി ഉപ്പ് കുറിക്കുകയും വലിയ ചരിത്രമാണ്, നമുക്കൊക്കെ ഓർമ്മയുണ്ടത്. അതിനു 3 കൊല്ലം 1927 മഹാരാഷ്ട്രയില് 10,000-ഓളം അനുയായികളും കൂട്ടിയിട്ടൊരു തടാകത്തിൽ ചെന്ന് പച്ചവെള്ളം തൊട്ടു അംബേദ്കർ. അതും പ്രധാനപ്പെട്ട ചരിത്രമാണ്. കാരണം കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് നിന്നും PhD എടുത്തു വന്ന മഹാബുദ്ധിമാനായ ഈ അംബേദ്കർ മഹാരാഷ്ട്രയിലെ ഒരു കോളേജിൽ അധ്യാപകനായിരിക്കുമ്പോ പ്യൂണ്, അയാൾ ക്ഷത്രിയനാ, ഫയല് മേശപ്പുറത്തേക്ക് എറിയ ചെയ്യാൻ. കാരണം മഹർജാതിക്കാരൻ. അവിടെ സ്റ്റാഫ് റൂമിൽ വെച്ച
മൺകുടത്തിലെ വെള്ളം എടുക്കാൻ പറ്റും അധ്യാപകർ സമ്മതിക്കില്ല. നിങ്ങൾക്ക് കൂടി നിങ്ങൾ വേറെ കൊണ്ടുവരണം, എന്തെടുക്കാൻ പറ്റില്ല. ആലോചിച്ചു. ഗാന്ധിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. കാരണം ഇത് ഗാന്ധിയുടെ അനുഭവമല്ല. ഗാന്ധി വൈശ്യകുലത്തിൽ പിറന്ന ആളാ. നെഹ്റുവിന് ഇങ്ങനെ മനസ്സിലാവില്ല, നെഹ്റു ബ്രാഹ്മണകുലത്തിൽ പിറന്ന ആളാ. അപ്പോ ഈ ഹിന്ദു പാരമ്പര്യം എങ്ങനെയാണ് ആശാൻ പറയും, ആ പാരമ്പര്യത്തിന്റെ യോഗ്യത ആശാൻ പറയും. അത് അടിയാള ജാതിക്കാരെയും സ്ത്രീകളെയും നിന്ദിക്കുന്നതാണ്, ഗർഹിക്കുന്നതാണ്. തരുണീ പാദജ ഗർഹണീയ ശ്രുതി. ആശാന് തന്റെ ആദർശം തേടി നടക്കേണ്ടി വരില്ല. കാരണം അദ്ദേഹം ബുദ്ധചരിതം എഴുതിയ ആളാണ്. ബുദ്ധന്റെ കഥകളാണ് അദ്ദേഹം പ്രധാനമായിട്ട് എഴുതിയത്. കാരണം ജാതിയെ ആദ്യമായിട്ട് വെല്ലുവിളിക്കുന്ന ഒരാള് ബുദ്ധനാണ്. സ്ത്രീയെ തന്റെ ആശ്രമത്തിൽ പ്രവേശിപ്പിക്കുന്ന ആള് ബുദ്ധനാണ്. ചണ്ടാലൂഷിയിൽ അത് പറയുന്നത്, രാജാവും ചോദിക്കും പറയുന്നത്, അദ്ദേഹം പറഞ്ഞത് ഇന്നലെ ചെയ്ത ഒരബദ്ധം ലോകർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം, അതിൽ സമ്മതം മൂളായിക രാജന്. സ്ത്രീ എങ്ങനെയാ ആശ്രമത്തിൽ പ്രവേശിക്കുക? ബുദ്ധന്റെ കൂടുതലുള്ള ആൾ തന്നെ വലിയ പ്രശ്നമായി. അപ്പോ ഈ തുല്യത നീതിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. തുല്യത ഇല്ലെങ്കിൽ പിന്നെന്ത് നീതിയാണ്? ഇവിടെ ഇപ്പോ ഇന്ത്യയിൽ എവിടെയും പറയുന്ന ഒരു പ്രധാനപ്പെട്ട തമാശ, ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതൃഭൂമിയാണെന്ന്. ഞങ്ങൾ പല വാദങ്ങളും കണ്ടു. അങ്ങനെ പുസ്തകം തന്നെ ഇറങ്ങിയതുകൊണ്ട് എനിക്ക് ആ പുസ്തകം കിട്ടിയിട്ടില്ല. ഈ കാര്യം നെഹ്റു അദ്ദേഹത്തിന്റെ വിശ്വചരിത്രാവലോകം എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇവിടെ ആര്യന്മാർ വന്നപ്പോ എന്തൊക്കെ ചെയ്തു അതിൽ നെഹ്റു അപ്പൊ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ജാതി വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെന്ത് ജനാധിപത്യം? അപ്പൊ ഇപ്പോ ഇസ്ലാമിക രാഷ്ട്രവാദികൾക്ക് അവരുടെ പാരമ്പര്യത്തിൽ ഒരിക്കലും ഇല്ലാത്ത സാധനമാണ് ജനാധിപത്യം. അവർക്ക് ജനാധിപത്യത്തിന്റെ വഴിക്ക് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചല്ലോ ഇറാനിൽ. ഇപ്പൊ ഇറാൻ ആക്രമിക്കപ്പെടുന്ന ഒരു ദേശമായതുകൊണ്ട് നമുക്കിപ്പോ അതിനങ്ങനെ നിന്ദിച്ചു പറയാൻ വയ്യ. പക്ഷെ സത്യമായൊരു കാര്യമുണ്ട്, അവിടെ സ്ത്രീകൾ നേരിടുന്ന വിവേചനം എന്നുള്ളത് സങ്കല്പത്തിനപ്പുറത്താണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. 2022 ഒക്ടോബറിൽ മഹിസ അമിനി എന്ന പേരായിട്ടൊരു പെൺകുട്ടി, അവള് ശിരോവസ്ത്രം അണിഞ്ഞിരുന്നു. 3-4 മുടിയേഴ പുറത്ത് കാറ്റിൽ ആടുന്നത് അവിടുത്തെ സദാചാര പോലീസ് ഉണ്ട്. അവർ കണ്ട് അവളെ അറസ്റ്റ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് അവളുടെ മൃതശരീരം പുറത്തേക്ക് വന്നു. അതിനെതിരായി നടന്ന സമരത്തിൽ 500 ആൾ മരിച്ചു കഴിഞ്ഞു. 20,000-ഓളം ആൾ ഇപ്പോഴും ജയിലിലാണ്. അലച്ചു. ഹിജാബ് ധരിക്കാനോ ധരിക്കാതിരിക്കാനോ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞത് ജനാധിപത്യം എന്ന് പറയാം. അവിടെ എന്താ ഉണ്ടായത്? അവിടെ ഈ പൗരോഹിത്യം, മതപൗരോഹിത്യത്തിൽ തട്ടിയെടുത്തു. ഇന്ത്യയിൽ ഹിന്ദുരാഷ്ട്രം വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ ഇതാണ്. അപ്പൊ ഈ തരത്തിൽ അധികാരം സ്ഥാപിക്കുക, ജാതി എന്ന് പറയുന്നത് പൗരോഹിത്യത്തിന്റെ അധികാര ഘടനയാണ്. അതിനെയാണ് ബുദ്ധൻ വെല്ലുവിളിക്കുന്നത്. അപ്പോ അംബേദ്കർ 1956 ആ കൊല്ലം ഒടുവിൽ അദ്ദേഹം മരിച്ചുപോയത്. ലക്ഷക്കണക്കിന് അനുയായികളെ കൂട്ടിയിട്ട് ബുദ്ധമതം സ്വീകരിക്കും. കാരണം അതിനകത്ത് ജാതിയില്ല എന്നുള്ള, സ്ത്രീകളോട് വിവേചനമില്ല. ഗാന്ധി ബുദ്ധനെ വളരെ ആദരിക്കും. അതിന് ചെറിയ വ്യത്യാസമുള്ളത്, ഹിന്ദു പാരമ്പര്യത്തിലെ ഒരു പരിഷ്കർത്താവാണ് ബുദ്ധൻ എന്നാണ് ഗാന്ധിയുടെ നിലപാട്. പുതിയൊരു മതം സ്ഥാപിച്ച ഒരു മതപ്രബോധകനാണ് എന്നാണ് അംബേദ്കർ വിചാരിക്കുന്നത്. രണ്ടാൾക്കും ബഹുമാനത്തിനൊരു വ്യത്യാസമില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, അംബേദ്കറും ഗാന്ധിയായിട്ട് യോജിക്കുന്ന അനേകം മേഖലകളുണ്ട്. അതിലൊരു പ്രധാന മേഖല അഹിംസയാണ്. അഹിംസാവാദിയാണ് അംബേദ്കർ. കാരണം അംബേദ്കർ ബുദ്ധന്റെ മതത്തിൽ ചേർന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ, ഗാന്ധി പിന്നെ അതാണ്. പിന്നെ ഗാന്ധിക്കെതിരായിട്ട് ഗോഡ്സെ പറഞ്ഞൊരു പ്രധാന സംഗതി, ഹൈന്ദവമല്ല അഹിംസ. ഹിന്ദു സമാജത്തിലേക്ക് അഹിംസ എന്നുള്ള ഒരു പിന്തിരിപ്പൻ ആശയം കൊണ്ടുവന്ന് ഹിന്ദു സമാജത്തെ നിർവീര്യമാക്കി. കോടതിയിൽ അദ്ദേഹം കൊടുക്കുന്ന മൊഴിയിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ആരോപണം, ഒന്ന് ഹിന്ദുരാഷ്ട്രം വരുന്നതിന് തടസ്സമാണ് ഗാന്ധി, വേറൊന്ന് ഹിന്ദു സമാജത്തെ, ഹിന്ദു സൊസൈറ്റിയെ ഈ അളവിൽ ഷണ്ഡീകരിച്ചു, അതിനെ
നിരുത്സാഹപ്പെടുത്തി ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഇല്ലാത്ത മട്ടിൽ പാസീവാക്കി. ഇന്ത്യൻ പാരമ്പര്യത്തിലുള്ള അവതാരങ്ങൾ നോക്കുക, എല്ലാവരുടെ കയ്യിലുള്ളത് ആയുധം. രാമനായി, കൃഷ്ണനായി, അതിൽ ഏറ്റവും ആയുധമുള്ള ആളുടെ പേര് പരശുരാമൻ. പരശു എന്ന് പറഞ്ഞാൽ വെൺമുഴുവാണ്. നമ്മളിപ്പോ മൊബൈൽ കൊണ്ടിറങ്ങില്ല, അതേമാതിരി ഇങ്ങനെ ഇത് കൊണ്ടിറക്കുന്ന ഒരാളാണ് പരശുരാമൻ. ഏമാതി ഹിംസാമൂർത്തി എന്ന് പറഞ്ഞാല് അദ്ദേഹം ജമദഗ്നിയുടെ പുത്രനാണ്. അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര് രേണുക എന്നാണ്. രേണുക ഒരു ദിവസം വൈകുന്നേരം അരുവിയിൽ കുളിക്കാൻ പോയപ്പോ അവിടെ കണ്ട ഗന്ധർവന്റെ ശരീരവടിവ് കണ്ട് അവള് മോഹിച്ചു. ഒന്നും സംഭവിച്ചില്ല, ഒന്നും സംസാരിക്കൊന്നും. അവള് മോഹിച്ചു എന്ന് ഭർത്താവ് ജമദഗ്നി മഹർഷിക്ക് മനസ്സിലായി. ഒന്നും പറഞ്ഞു, ഇവള് വ്യഭിചാരിണിയാണ്, തല വെട്ടാൻ പറഞ്ഞു. ആരോട്? പരശുരാമനോട്. അദ്ദേഹം തല വെട്ടിക്കളഞ്ഞു. സ്വന്തം അമ്മയുടെ ആ തലവെട്ടിയ മഴുകൊണ്ടാണ് ഈ കേരളം ഉണ്ടാക്കിയത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്. മാതൃനിന്ദകന്മാരാണ് നമ്മൾ എന്നെപ്പോഴും ഓർക്കേണ്ടത്. കുട്ടിക്കാലത്ത് ഞാൻ കേട്ടൊരു മുദ്രാവാക്യം, അമ്മയെ ഞങ്ങൾ മറന്നാലും അങ്കമാലി മറക്കില്ല. അമ്മയെ മറക്കാൻ പാടുണ്ടോ? അങ്ങനെ മുദ്രാവാക്യം വിളിക്കാൻ പാടുണ്ടോ? അങ്ങനെ ആലോചിക്കാൻ പാടുണ്ടോ? വേറെ ലോകത്തിൽ ഏതെങ്കിലും ഭാഷയിൽ ഉണ്ടാവുമോ അമ്മയെ തല്ലിയാൽ 2 വർഷം? എനിക്ക് അറിഞ്ഞു കേട്ടോ, ഞാൻ കേട്ടില്ല. മലയാളത്തിലുണ്ട് അമ്മയെ തല്ലിയാൽ 2 വർഷം. അപ്പോ ഈ സ്ത്രീ നിന്ദ, അറബിയിൽ ഞാൻ പഠിച്ചൊരു പഴഞ്ചൊല്ല്, സ്ത്രീയെ നിന്ദിക്കുന്നവൻ സ്വന്തം ഉമ്മയെ നിന്ദിക്കുന്നു. നമ്മള് എങ്ങനെയാണ് സ്ത്രീകളോട് വിവേചനം കാണിച്ചത്? എങ്ങനെയാണ് അടിയാള ജാതിക്കാരോട് അന്യായം കാണിച്ചത്? എങ്ങനെയാണ് മറ്റു മനുഷ്യരോടും മൃഗങ്ങളോടും ഹിംസ കാണിച്ചത്? ഇതിനൊക്കെ എതിരായിട്ട് എഴുന്നേറ്റ് നിന്ന ഒരുത്തന്റെ പേരാ ബുദ്ധൻ. അപ്പോ ഈ ബുദ്ധകഥ, പിന്നെ വേറൊരു പ്രധാന കാര്യം, ബുദ്ധന്റെ പ്രധാനപ്പെട്ട ഒരു തത്വം സത്യം പറയണമെന്നായിരുന്നു. ഇന്നിപ്പോ അത് എത്ര ബുദ്ധിമുട്ടുള്ള സംഗതിയെന്ന് ആലോചിച്ച് നോക്കാം. നമുക്കൊക്കെ സത്യം പറയണം, മറ്റുള്ളവരൊക്കെ നമ്മളോട് സത്യം പറയണം, നമ്മൾ ആരോടും സത്യം പറഞ്ഞോളുന്നില്ല, യാതൊരു പ്രശ്നം. അതുപോലെ നമ്മുടെ നേതാക്കന്മാര് ഒരു കാര്യം പറഞ്ഞ് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ് അതങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ യാതൊരു നാണവും ഇല്ലാത്ത കൂട്ടരാണ് നമ്മുടെ മിക്ക നേതാക്കന്മാരും, മിക്ക ഉദ്യോഗസ്ഥന്മാരും, പിന്നെ സാഹിത്യകാരന്മാരും. അല്ല, അവരെന്തോ കൂടിയ കൂട്ടരാധിയാക്കുന്നു. ബുദ്ധൻ എപ്പോഴും ഈ വലിയ ആളുകളൊക്കെ ഇപ്പോ ക്രിസ്തുവിന്റെ പ്രധാനപ്പെട്ട ഒരു തത്വം സത്യമാണ്. സത്യം നിന്നെ സ്വതന്ത്രനാക്കും എന്ന് അദ്ദേഹം ശിഷ്യന്മാരോട് പറയും. നിങ്ങളറിയോ, ഇസ്ലാമിക പാരമ്പര്യത്തിൽ ദൈവത്തിന്റെ വേറൊരു പേര് ഹക്ക് എന്നാണ്. ഹക്ക് തആല, അത്യുന്നതമായ സത്യം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഈ ബുദ്ധൻ പറഞ്ഞത്, ബുദ്ധൻ കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന മാറിയില്ല, എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്. കാരണം അദ്ദേഹം സ്വസ്ഥനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു തഥാഗത മന്ദസ്മിതം. ഞാൻ പറഞ്ഞത്, കാറ് നീങ്ങി സൂര്യനും ചന്ദ്രനും എങ്ങനെ വെളിപ്പെടും, അതുപോലെ കുറച്ച് കഴിയുമ്പോൾ സത്യം വെളിപ്പെടും. തൽക്കാലം ഇങ്ങനെ കാറ് മൂടിയിരിക്കുന്നു. ഗാന്ധി ഈ ഒരു ആശയമേ വേണ്ടു എന്ന് വെച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം ആത്മകഥയ്ക്ക് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളുടെ കഥ, ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രൂത്ത് എന്ന് പറയുന്നത്. ഒരിക്കലും അദ്ദേഹം ചോദിക്കുന്നുണ്ട്, സത്യമാണോ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ സത്യം മതി എന്ന് ഞാൻ പറയുന്നു. എന്താ സംഭവിച്ചത്? നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ എന്താ സംഭവിച്ചത്? എല്ലാവരും കളവ് പറഞ്ഞു. നമുക്കെങ്ങനെ സ്വാതന്ത്ര്യം ഇല്ലാതെ കള്ളം പറയാം? ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു കണക്ക് പറയാം. റഷ്യക്ക് പറ്റിയ പല അപകടങ്ങളിലൊന്നും 1917 അത് USSR വരുന്നു, 91 അത് തകർന്നു പോകുന്നു. അവിടെ ഉണ്ടായ ഒരു കാര്യം, ഒരു പ്രോവിൻസിൽ 5000 കിലോ ഗോതമ്പാണ് ഉണ്ടായെങ്കിൽ മേലോട്ട് റിപ്പോർട്ട് കൊടുക്കുക 50,000 കിലോ ഗോതമ്പുണ്ടായി. ഈ റിപ്പോർട്ട് കൊണ്ട് ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റില്ല, പറ്റൂ?
അതുകൊണ്ടാണ് ഗോർബച്ചേവ് പറഞ്ഞത്, ഒരു പാക്കറ്റ് ബ്രെഡിന് വേണ്ടിയുള്ള ക്യൂവില് ഒരാളെ 5 മണിക്കൂർ അധികം എനിക്ക് നിർത്താൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു സംഗതി നടക്കില്ല, കള്ളമാണ് പറയുന്നത്. അപ്പോ അത് കളവ് പറയുന്നുള്ള ഒരു അയോഗ്യതയായിട്ട് വരും. ഡൊണാൾഡ് ട്രംപ് അതേ ആദ്യം ജയിക്കുന്നു. ആരോട്? ഹിലരി ക്ലിന്റനോട്. ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ആള് ഒരു അർത്ഥത്തിലും രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം വ്യവസായിയാണ്, വ്യാപാരിയാണ്, പണക്കാരനാണ്. അമേരിക്കയിൽ എവിടെ ചെന്ന് നോക്കിയാലും ഏത് നഗരത്തിലും ഏത് ഗ്രാമത്തിലുള്ള ഒരു സാധനം ട്രംപ് ബിൽഡിംഗാണ്. ബിൽഡിംഗ് ഉണ്ടാക്കി വാടക കൊടുക്കും. അദ്ദേഹം ജയിച്ചു കഴിഞ്ഞപ്പോൾ വന്ന ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ 78% കളം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രചാരവേലകൾ. അവനൊരു മറുവശമുണ്ട്. എന്താണ്? 22% ഹിലരി ക്ലിന്റൺ ഉപയോഗിച്ചു. ആരും മോശം. ഹിലരി ക്ലിന്റൺ ഞാൻ വിചാരിച്ചിരുന്നത് സ്ത്രീയല്ലേ. പിന്നെ ക്ലിന്റന്റെ കൂടെ 4 കൊല്ലത്തെ പരിചയമുണ്ടല്ലോ. അവര് ജയിക്കുന്ന സ്ത്രീ ആയത് ജയിക്കണം ഞാൻ വിചാരിച്ചു. ജയിച്ചില്ല. ഇപ്പോ ട്രംപ് അദ്ദേഹം കളവ് പറയുന്നതിന് യാതൊരു മടിയുമില്ല. അമേരിക്കൻ എല്ലാ രാഷ്ട്രീയം അങ്ങനെ. ഞാൻ പഴയ അമേരിക്കയിലെ വേറൊരു പഴയ കഥ ഞാൻ പറയാം. അവിടെ നിങ്ങൾക്ക് പേര് ഓർമ്മ ഉണ്ടാവില്ല, ഞാൻ ആ സംഭവം ഓർത്തു വെച്ചിട്ടുണ്ട്. ഗാരി ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് 15 കൊല്ലം മുമ്പ് ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അത് റിപ്പബ്ലിക്കൻ എന്റെ ഓർമ്മ. റിപ്പബ്ലിക്കൻ ആയിരുന്നു കേട്ടോ. അബ്രഹാം ലിങ്കണെ അദ്ദേഹത്തിന്റെ നാട്ടുകാരെ വിളിച്ചിരുന്നത് സത്യവാനായ ഏബ് എന്ന്. അത്ര വളരെ ദരിദ്രനായിരുന്നു. കടം വന്നു. നാട്ടിലുള്ളവർക്കൊക്കെ കടമായി. കടമൊക്കെ വക്കീൽ വേണ്ടത് അദ്ദേഹം വീട്ടി. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എന്റെ ദേശീയ കടന്ന എല്ലാവർക്കും കടം കൊടുക്കാൻ. അദ്ദേഹം 16ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു അവിടെ. ആ നാട്ടിലേക്ക് പറയുന്നത് ഗാരി ഹാർട്ട് പ്രചാരവേല നടത്തുമ്പോൾ ഒരു പത്രപ്രവർത്തകൻ ഒരു കാര്യം കണ്ടുപിടിച്ചു. ഇയാൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സമർപ്പിക്കേണ്ട ഒരു പ്രബന്ധം കോപ്പി അടിച്ചതായിരുന്നു. അത് സമർപ്പിച്ചു. കോപ്പി അടിച്ചാൽ പിടിച്ചു. അത് തള്ളിപ്പോയി. പകരം ഒരു ഡിസർട്ടേഷൻ, ഒരു പ്രബന്ധം അവതരിപ്പിച്ചാണ് ഗാരി ഹാർട്ടിന് അന്ന് ഡിഗ്രി കിട്ടിയത്. അപ്പൊ ഗാരി ഹാർട്ട് ഇങ്ങനെ പൊങ്ങി വരികയാണ്. അപ്പൊ ഗാരി ഹാർട്ട് പറഞ്ഞു, അങ്ങനെ സംഭവമല്ല, അത് കളവാണ്. പക്ഷെ ഈ പത്രപ്രവർത്തകന്റെ കയ്യിൽ അദ്ദേഹം ആദ്യം കൊടുത്ത പ്രബന്ധത്തിന്റെയും അത് തള്ളിയതിന്റെയും രണ്ടാമത് പ്രബന്ധം കൊടുത്തതിന്റെയും അത് അംഗീകരിച്ചതിന്റെയും 4 രേഖയുണ്ടായി. അയാൾ പുറത്തു വിട്ടു. ഇത് സംഭവിച്ചു പറയും. അതിലൊരു തെറ്റുണ്ടായിരുന്നില്ല, കാരണം ശിക്ഷിച്ചു അദ്ദേഹം. പക്ഷെ അദ്ദേഹം കളവ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കാൻഡിഡേറ്റ് പിൻവലിച്ച് വീട്ടിൽ പോണ്ടി വന്നു. ഇതിപ്പോ അമേരിക്കൻ പൊളിറ്റിക്സ് ഉണ്ടായ ഒരു കാര്യം. ഇന്നിപ്പോ അങ്ങനെ ഒരു പ്രശ്നം എവിടെയില്ല, ഒരു നാട്ടിലുമില്ല. അപ്പോ ബുദ്ധന്റെ ഈ സത്യനിഷ്ഠ എന്നുള്ളൊരു സംഗതി, അത് വലിയൊരു, ഗാന്ധിക്ക് അഹിംസയും സത്യം കൂടി ഒന്നാന്ന് അദ്ദേഹം പറയും. ഇങ്ങനെയാണ് ഗാന്ധി പറയാ. കാരണം ഹിംസ അസത്യമാണെന്ന് പറയും. അദ്ദേഹം വേറൊരു വാക്ക് പറഞ്ഞിരുന്നു. ഇന്ന് എത്ര സത്യമായി ആലോചിച്ച് നോക്കും. പാകിസ്ഥാൻ അസത്യമാണ് എന്ന് ഗാന്ധി പറഞ്ഞിരുന്നു. പാകിസ്ഥാൻ അസത്യമാണ്. 4 നൂറ്റാണ്ട് കഴിഞ്ഞ മുമ്പേ കിഴക്കൻ പാകിസ്ഥാൻ വേറൊരു രാജ്യമായിട്ട് പോയി. എന്താ വന്നത്? അവര് മതത്തിന്റെ പേരിലുണ്ടായ ആദ്യത്തെ രാഷ്ട്ര പാകിസ്ഥാൻ. ഭാഷയുടെ പേരിലാണ് ബംഗ്ലാദേശ് ഉണ്ടായത്. ഞങ്ങൾ ഉറുദുവിൽ ഭരിക്കാൻ പറ്റില്ല, ഞങ്ങൾ ബംഗാളികളാണ്, ഞങ്ങളുടെ ഭാഷ ബംഗാളിയാണ് എന്ന് പറഞ്ഞ അവിടുത്തെ വിദ്യാർത്ഥികൾ തുടങ്ങിയ സമരമാണ്. പിന്നീട് മതേതര ജനാധിപത്യത്തിന്റെ സമരമായിട്ടും മുജീബുർ റഹ്മാന്റെ സമരമായിട്ടൊക്കെ മാറി. അപ്പോ ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് പ്രധാനമായും ഈ 2 പ്രശ്നങ്ങളാണ്. ഒന്ന് അസത്യത്തിന്റെയും വേറൊന്ന് ഹിംസയുടെയും. എളുപ്പമല്ല. കാരണം അഹിംസ പാലിക്കാൻ എളുപ്പമല്ല, സത്യം പാലിക്കാൻ എളുപ്പമല്ല. ഗാന്ധിക്കൊക്കെ വളരെ ആദരവുള്ള ഒരു തത്വചിന്തകനായിരുന്നു സോക്രട്ടീസ്. അദ്ദേഹം ക്രിസ്തുവിനും ഏതാണ്ട് 400 കൊല്ലം മുമ്പ് മരിച്ചുപോയി ഞാൻ ഒരു പറയാനുള്ള സൗകര്യത്തിന് പറഞ്ഞതാണ്. അദ്ദേഹത്തെ കൊന്നതാണ്. എന്താ കാര്യം?
അദ്ദേഹം അവർക്ക് അസുഖമുണ്ടാക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങനെ കോടതി അദ്ദേഹത്തെ ഒന്നുകിൽ നാട് കടന്നു പോവാൻ അല്ലെങ്കിൽ വിഷം കുടിച്ച് മരിക്കാമെന്ന് വെച്ചു. അദ്ദേഹം നാട് കടന്നു പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ ശിഷ്യനാ പ്ലേറ്റോ. പ്ലേറ്റോ കാശിയാരനാണ്, പണ്ഡിതനാണ്. പ്ലേറ്റോ ആണ് ഇതൊക്കെ എഴുതിയത്. പ്ലേറ്റോ അദ്ദേഹത്തിന്റെ സഹപാഠി ക്രിറ്റോവിന് പറഞ്ഞയച്ചു സോക്രട്ടീസിന്റെ തടവിലേക്ക്. എന്താണ്, പ്ലേറ്റോ പൈസക്കാരനായതുകൊണ്ട് ആ ജയിലർക്കൊക്കെ കൈക്കൂലി കൊടുത്താൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ ഏർപ്പാടാക്കി. അദ്ദേഹം അവിടെ പോവാൻ ഒരു ചെറിയ കപ്പൽ സ്വീകരിക്കാൻ സ്ഥലമൊക്കെ ഏർപ്പാടാക്കി. ഈ വിവരം ക്രിറ്റോ വന്ന് പറഞ്ഞപ്പോ സോക്രട്ടീസ് ശരിക്കും വിഷമിച്ചു. അദ്ദേഹം ചോദിച്ചു, സോക്രട്ടീസ് എന്താണ് പറയുന്നത് എന്ന് നാട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല. അത് സാരില്ല, പ്ലേറ്റോവിന് മനസ്സിലാവുന്നില്ലേ എന്തായി പറയുന്നത്? സത്യം പറയണം, സത്യം പാലിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവിടുന്ന് കളവ് കാണിച്ച് പുറത്തേക്ക് പോകും, ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ 10 മണിക്ക് സോക്രട്ടീസിന്റെ മരണമാണ്. അത് കാണാൻ പ്ലേറ്റോ വന്നില്ല. അദ്ദേഹം കോടതി കൊടുത്ത മൊഴി അപ്പോളജി എന്ന പേരിൽ എഴുതിയത് പ്ലേറ്റോ ആണ്. ഗാന്ധി അത് ഗുജറാത്തി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്നു. ഗാന്ധിക്ക് അത്രയും ആദരവുള്ള ഒരാളാണ്. സത്യത്തിന് രക്തസാക്ഷിയാണ് സോക്രട്ടീസ്. 10 പൈസ കയ്യിലില്ലാത്ത ഒരാള്, ഒരു ചെരുപ്പും കൂടി ഉണ്ടായിരുന്നില്ല സോക്രട്ടീസ്. അപ്പോ ഞാൻ പറയുന്നത്, സംസ്കാരത്തെ സ്വാധീനിക്കുന്നത് ഇത്തരം മൂല്യങ്ങളാണ്. ഈ മൂല്യങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ അകറ്റാൻ സാധിക്കുക. സത്യം പറയണം, സത്യം പാലിക്കണം, നേരായ മാർഗം മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ, നല്ല വാക്ക് നല്ല പ്രവൃത്തി എന്നൊക്കെ ബുദ്ധൻ പറയും. അദ്ദേഹത്തിന്റെ ആത്മീയ പരിശീലനം എന്ന് പറയുന്നത് ഭിക്ഷാടനമായി. അടിച്ചു എത്ര വലിയ അഹങ്കാര നാശമാണ്, എത്ര വലിയ വിനയത്തിന്റെ പരിചരണമാണ് അതിൽ നടക്കുക. ഇത്തരം ഈ മധ്യമാർഗത്തിന്റെ പ്രസക്തി എടുത്തു കാണിച്ചൊരു പുസ്തകം എഴുതിയതിന് ഞാൻ രാജനെ അനുമോദിക്കുന്നു. അടുത്ത പതിപ്പ് ഇതിനുണ്ടാവട്ടെ. ആ സമയത്ത് സമകാലികമായ ഒരു അധ്യായം കൂടി, അംബേദ്കർ എന്താണ് ചെയ്തത് എന്നുള്ള ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ ഒരു കാര്യം കൂടി. ഇന്ന് ബുദ്ധനെ പറ്റി സംസാരിക്കുന്ന മുഴുവൻ അംബേദ്കറായിട്ടുള്ള, അപ്പൊ അതുകൂടി ഇതിൽ എഴുതി ചേർക്കാൻ പറ്റിയ നന്ന് എന്ന് എൻ്റെ ഒരു നിർദ്ദേശം വെച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിനും, കാരണം ഈ രാകേഷ് പറഞ്ഞ മാതിരി അദ്ദേഹം എൻ്റെ ഒരു പ്രസാധകനാണ്. അപ്പൊ അവരുടെ ഒരു പരിപാടി പങ്കെടുക്കുന്ന എനിക്ക് അങ്ങനെ ഒരു സന്തോഷം കൂടിയുണ്ട്. ഈ പുസ്തകം വലിയ ചർച്ചയ്ക്കും കഠിനമായ വിമർശനത്തിനും വിധേയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.